ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. കോട്ടയം PCTയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഉണർവ് പ്രോഗ്രാമിൻ്റെ 7ാമത്തെ വെബിനാറാണ് ഇന്നത്തെ ദിവസം. വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. എന്താണ് സ്ട്രെസ്സ്, എങ്ങനെ അത് മാനേജ് ചെയ്യാമെന്നൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒത്തിരിയും പഠിച്ചിട്ടുള്ളതാണ്. സ്ട്രെസ് എന്ന് പറയുന്നതിന് തന്നെ നമ്മളിങ്ങനെ പല രീതി പറയും. അതിൽ ഏറ്റവും വ്യക്തമായൊരു നിർവചനം എന്ന് പറയുന്നത് നമ്മളുടെ റിയാലിറ്റിയും എക്സ്പെക്റ്റേഷനും തമ്മിലുള്ള ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എപ്പോഴും പ്രശ്നങ്ങൾ ഉള്ളതാണ്, അല്ലേ? ആ ഗ്യാപ്പിനെ എങ്ങനെ പരിഹരിക്കാം, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ടെസ്റ്റ് മാനേജ്മെൻറ്റ്. ഇന്ന് നമുക്ക് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ പറഞ്ഞു തരുന്നത് ബിന്ദുമാമാണ്. ബിന്ദുമാം കോഴിക്കോട് PCTയുടെ മെമ്പറാണ്. അതോടൊപ്പം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമാണ്. MSc മാത്സ് ആണ് ഐച്ഛിക വിഷയം. B.Edലും മാത്തമാറ്റിക്സ് B.Ed ഉണ്ട്. അതുപോലെ തന്നെ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ്, അതുപോലെ തന്നെ MA സൈക്കോളജി ഫ്രം IGNOU. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്ന് വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ സ്റ്റുഡൻസ് കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു. കോഴിക്കോട് ബ്രാഞ്ചായ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ സ്റ്റുഡൻസ് കൗൺസിലർ കൂടിയാണ്. അപ്പോൾ എന്ത് വിഷയം? സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വെബിനാറിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് മനോഹർലാൽ സാർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് പോൾ പടയാട്ടി സാർ എത്തിയിട്ടുണ്ട്. ജോൺ ബേബി സാർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ സ്ഥിരം സാന്നിധ്യങ്ങളും ഉണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ട്രെയിനർ ബിന്ദുമാമിനെയും. ബിന്ദുമാം, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വെബിനാറിലേക്ക്, സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള വെബിനാറിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ജീവിതം ഒരു മനോഹരമായ ഒരു യാത്രയാണ്. ഓരോ പ്രഭാതവും കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പുതിയ ദിവസം തുറക്കുന്നു. അതോടൊപ്പം തന്നെ നാം തുറക്കുന്നത് പുതിയ ചെറിയ ഉത്തരവാദിത്തങ്ങളും വലിയ വെല്ലുവിളികളും തീരാത്ത കുറെ ഓർമ്മകളും അതുപോലെ നമ്മുടെ പറഞ്ഞറിയിക്കാനാവാത്ത വേദനയും ഭാരവും ഇതെല്ലാം കൂടെ നിശബ്ദമായിട്ട് നമ്മുടെ മനസ്സിനെ ബാധിക്കുമ്പോൾ നാം അതിനെ സ്ട്രെസ് എന്ന് വിളിക്കുന്നു. സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ മസിലുകൾ ടൈറ്റൻ ചെയ്യപ്പെടുന്നു. ശാരീരികവും മാനസികപരവുമായിട്ടുള്ള ഒരു പ്രതികരണമാണ് സമ്മർദ്ദം അഥവാ മാനസിക പിരിമുറുക്കം. നമ്മുടെ ജീവിതത്തില് സ്ട്രെസ്സിനെ ഒരിക്കലും ഇല്ലാതാക്കുവാൻ സാധിക്കില്ല. അതൊരു നഗ്ന സത്യമാണ്. നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു അനിവാര്യ പങ്കാളിയാണ് സ്ട്രെസ്. ഈ പങ്കാളിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ താളപ്പിഴകൾ വന്നു പോകുന്നത്. അപ്പോൾ ഈ അതിഥിയെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചും നോക്കാം. വൈ ഈസ് മാനേജിങ് സ്ട്രെസ് ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമ്മൾ അറിയണം. സമ്മർദ്ദം കൂടിക്കൂടിയാണ് അത് ഡിപ്രഷനിലേക്ക് എത്തുന്നത്. ഡിപ്രഷന്റെ തുടക്കം തന്നെ സമ്മർദ്ദമാണ്. ഇന്ന് മനുഷ്യരിൽ പ്രായഭേദമന്യേ എല്ലാവരിലും, കുട്ടികളിലും വയോധികന്മാരിലും എല്ലാവരിലും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ 75% ആളുകൾ മാനസിക സമ്മർദ്ദത്തിന്റെ ഇരകളാണ്. അപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടി, നല്ല മാർക്ക് വാങ്ങി കഴിവ് തെളിയിച്ച കുട്ടിയാണ്. അപ്പം പെട്ടെന്ന് പരീക്ഷ നടത്തുന്ന സമയത്ത് എക്സാമിൽ അവന്റെ മാർക്ക് കുറയുന്നു. മാർക്ക് കുറയുമ്പോൾ അവൻ തൻ്റെ കൂടെയുള്ള മാർക്ക് കൂടുതൽ കിട്ടിയ കുട്ടികളുമായിട്ട് തന്നെ താരതമ്യം ചെയ്യാൻ തുടങ്ങും.
അപ്പം താരതമ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവനിൽ സമ്മർദ്ദമുണ്ടാകും. അതുപോലെ തന്നെ രക്ഷിതാക്കള് തന്റെ മകൻ അല്ലെങ്കിൽ മകൾ മാർക്ക് എത്ര മാർക്കാണോ വാങ്ങിയത് അതിനേക്കാൾ കൂടുതൽ മാർക്ക് മറ്റുള്ളവർക്ക്, അവന്റെ കൂട്ടുകാർക്ക് കിട്ടുമ്പോൾ അവനോട് പറയും, നീ അവനെ കണ്ടോ, അവന് നിന്നേക്കാളും മാർക്കുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള ഓരോ വാക്കുകളും ഈ കുട്ടികളിൽ സമ്മർദ്ദത്തിന്റെ കാരണമായിട്ട് തീരാറുണ്ട്. ഒരു 26 വയസ്സുള്ള ഒരു പയ്യൻ ഒരു സെഷനിൽ വന്നു. അവൻ നല്ല സാമ്പത്തികമുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ്. ഒരു മനോഹരമായ വലിയ വീട് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ വന്നത് ഡിപ്രഷനായിട്ടാണ്. ആരോടും സംസാരിക്കുന്നില്ല, അതുപോലെ ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം, ഒരു ഫംഗ്ഷനും പോകുന്നില്ല, അങ്ങനെ വന്നതാണ്. അപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വലിയ ആ വീട്ടില് നല്ല എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെയും ജീവിച്ച അവന്റെ അച്ഛന് ബിസിനസ് ആയിരുന്നു. അപ്പൊ നല്ല നിലയിൽ പോയി നിന്നിരുന്ന അവരുടെ ലൈഫിൽ പെട്ടെന്ന് തകർച്ച വന്നു, ബിസിനസ് തകർന്നു. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ആ വീട് വിൽക്കേണ്ടി വന്നു. അങ്ങനെ അവരിപ്പോ ഒരു റെന്റിന് ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീടിന്റെ മുന്നിലിരുന്ന് അവൻ നോക്കുന്നത് അവര് കടം വന്ന് വിറ്റിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള ആ വീട്ടിലേക്കാണ് അവൻ നോക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലായിരുന്നു അവര് റെന്റിന് താമസിച്ചത്. അപ്പൊ അവിടെ ആ ഉമ്മറത്ത് കസേരയിൽ ഇരുന്ന് അവൻ ഈ വീട് നോക്കി ഇങ്ങനെ ഇരുന്നിരുന്നു അവനിൽ സമ്മർദ്ദം പെരുകി, അവൻ ഡിപ്രഷനിലേക്ക് എത്തുകയാണ്. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ സ്കൂളുകളിൽ ടീച്ചർമാര് വളരെയധികം ദേഷ്യത്തിലെ കുട്ടികളോട് പുറത്തും മറ്റുള്ളവരോടൊക്കെ ചിലപ്പം ദേഷ്യത്തിൽ പെരുമാറുന്ന ടീച്ചർ, എല്ലാവരും അങ്ങനെയല്ല ഉണ്ടാവും. അപ്പോ കുട്ടികളോടും ദേഷ്യപ്പെടും. അങ്ങനെ അതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള തർക്കവും, അതുപോലെ അവരുടെ പ്രഗ്നന്റ് ആയ സമയത്ത് ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയ ഒരു പ്രഹരം, അത് അവരുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് പറഞ്ഞാലും ഇങ്ങനെ തർക്കിക്കാൻ വരുന്ന ഒരു 80% ആളുകളും ഡെഫിനറ്റ്ലി അവർ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ. അപ്പൊ നമുക്ക് സമ്മർദ്ദങ്ങളെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നന്നായിട്ട് പോവുകയുള്ളൂ. ശരിക്കും ഉറക്കം നല്ല ഒരു മരുന്നാണ്. നന്നായിട്ട് ഉറങ്ങിയാൽ നല്ല റിലാക്സേഷൻ കിട്ടും. ഈ നല്ല ഒരു ഡീപ്പ് നോൺ ഡ്രം സ്ലീപ്പ്, ആഴത്തിലുള്ള ഒരു ഉറക്കം, അങ്ങനെ ആ ഉറക്കത്തിൽ നമ്മുടെ ഗ്ലിംഫാറ്റിക് സിസ്റ്റം സജീവമാവുകയും സെറിബ്രോ സ്പൈനൽ പ്രവാഹം ഒരു 60% വരെ ഉയരുകയും ചെയ്യും. ആ സമയത്ത് ഈ പ്രക്രിയ നടക്കുമ്പോൾ ബ്രെയിൻ ഒരു പവർ വാഷ് പോലെ മാലിന്യങ്ങളും ടോക്സിൻസും അതൊക്കെ നീക്കം ചെയ്യപ്പെടും. പക്ഷെ ഈ ഉറക്കം കിട്ടാതെ വരുമ്പോൾ പല ആളുകൾക്കും ഉറക്കം കിട്ടാതെ വരും. അപ്പോൾ ഉറക്കം കിട്ടാത്തവരിൽ ഈ മാലിന്യ നീക്കം ശരിയായിട്ട് നടക്കുന്നില്ല. അപ്പം അതിന്റെ ഭാഗമായിട്ട് മസ്തിഷ്കത്തിൽ ഇതൊക്കെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും അവരുടെ ബുദ്ധിയെ അത് ബാധിക്കുകയും ബ്രെയിൻ ഫോഗ് ഉണ്ടാവുകയും ചെയ്യും. ചില ആളുകൾ സ്ട്രെസ് കൂടിയാൽ നന്നായിട്ട് കിടന്നുറങ്ങും. ചില ആളുകൾക്ക് സ്ട്രെസ് കൂടുതലാകുമ്പോൾ ഉറക്കം ഒട്ടും തന്നെ ഉണ്ടാവില്ല. രണ്ട് രീതിയിലും ഉണ്ട്. ഒരാള് പണം കടം കൊടുത്തു മറ്റൊരാൾക്ക്, അങ്ങനെ ഈ പണം കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നില്ല അയാൾക്ക്. അങ്ങനെ കുറെ ദിവസം ഇയാൾ പിറകെ നടന്ന് ചോദിച്ചു. അങ്ങനെ അത് കിട്ടാതെ വന്നപ്പോൾ ഇയാൾക്ക് സ്ട്രെസ് കൂടി, സമ്മർദ്ദം കൂടി. അപ്പം അതിന്റെ ഭാഗമായിട്ട് അയാള് ഒരുപാട് നേരം കിടന്നുറങ്ങാൻ തുടങ്ങി. ഇതുപോലെ ഈ പ്രവണത നമ്മുടെ അഡോളസെന്റ് ഏജിലുള്ള കുട്ടികളിലും കാണുന്നു. അവരിൽ സ്ട്രെസ് കൂടുന്ന സമയത്ത് അധികം പേര് ഉറക്കത്തിലേക്ക് നീങ്ങാറുണ്ട്. ഒരുപാട് നേരം അവർ കിടന്നുറങ്ങാറുണ്ട്. കുറെ കുട്ടികളിൽ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്.
അപ്പൊ നമ്മൾക്ക് ഈ ആ, സമ്മർദ്ദം വരുമ്പോൾ അതിൽ നിന്നൊരു ആള് സമ്മർദ്ദം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു റെസ്പോൺസ്, അതാണ് ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ്. ചില ആളുകള് അതിനെ ഫൈറ്റ് ചെയ്യും സമ്മർദ്ദം വരുന്ന സമയത്ത്. ചില ആളുകൾ അതിനെ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും. ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കം മുറുകുന്ന സമയത്ത് ചില അവസരങ്ങളിൽ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, അവർ മദ്യപിക്കും. ഈ ദമ്പതികൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും അവർ പുതിയ ബന്ധങ്ങളിലേക്ക് എത്തിച്ചേരാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അതൊക്കെ ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഈ സ്ട്രെസ് സ്ട്രെസ് ഉണ്ടാകാനുള്ള ചില കാരണങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് സാമൂഹികമായിട്ടുള്ള സോഷ്യലായിട്ടുള്ള കുറെ കോഴ്സസ് ഉണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ ഈ വെള്ളപ്പൊക്കം, അങ്ങനെ ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ, ജാതി മതവ്യവസ്ഥകൾ, അതുപോലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്ട്രെസ് ഉണ്ടാകും. അതുപോലെ ഫാമിലി ഇഷ്യൂസ്, കുടുംബ ബന്ധങ്ങളിൽ തകർച്ചകൾ വരുമ്പോൾ അത് മക്കളെ ബാധിക്കുന്നുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും, അവർ തമ്മിലുള്ള ലൈംഗിക അസമത്വം കാരണം ഇങ്ങനെയൊക്കെ സ്ട്രെസ് ഉണ്ടാകും. അതുപോലെ പേഴ്സണൽ ഇഷ്യൂസ്, കുട്ടിക്കാലം മുതൽ തന്നെ ഈ കുട്ടിക്കാലത്ത് തന്നെ കിട്ടുന്ന ഒരു സമൂഹത്തിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്ന, കുട്ടികളിലേക്ക് കിട്ടുന്ന ഒരു തലയിലെഴുത്ത് പോലെയുള്ള ചില കാര്യങ്ങളാണ് അത് ആ വ്യക്തിയെ വല്ലാതെ ബാധിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു പൂച്ച വണ്ടിക്ക് കുറുകെ ചാടിയാൽ അപകടമാണ്. അതുപോലെ കൂടുതൽ ചിരിച്ചാൽ കരയേണ്ടി വരും എന്നുള്ള ചില ധാരണകൾ, അതൊക്കെ സ്ട്രെസ്സിന് കാരണമാകാറുണ്ട്. അതുപോലെ ജോലി സ്ഥലത്തുണ്ടാകുന്ന സ്ട്രെസ്, ജോലി സ്ഥലത്ത് നമ്മുടെ ജോലി അമിതമാകുമ്പോൾ സ്ട്രെസ് കൂടാറുണ്ട്. അതുപോലെ ആവർത്തന വിരസത, അതും സ്ട്രെസ്സിന് കാരണമാകാറുണ്ട്. മേലധികാരികളുടെ പീഡനം, അത്തരത്തിൽ. മറ്റൊന്ന്, നമുക്ക് ഈ നോ പറയാൻ കഴിയാത്തൊരവസ്ഥ. നോ പറയാൻ കഴിയാത്ത അവസ്ഥ കാരണം നമ്മൾക്ക് മറ്റുള്ളവർ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മൾക്കത് വേണ്ടത്ര രീതിയിൽ ചെയ്തു തീർക്കാനും കഴിയില്ല, പക്ഷെ നോ പറയാനും പറ്റില്ല. ഇത് ശരിക്കും അവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ പ്രോക്രാസ്റ്റിനേഷൻ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീട്ടിവെക്കുന്നത് മൂലം ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ കാണാറുണ്ട്, അവര് എക്സാം അടുക്കുന്ന ആ സമയത്തേക്ക് പഠിക്കാന്ന് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ നീട്ടിവെക്കും, കുറെ ചാപ്റ്റേഴ്സ്. അതിനനുസരിച്ച് അവരില് അവസാന സമയത്ത് അതെല്ലാം കൂടെ കൂടിയിട്ട് അവർക്ക് സ്ട്രെസ് ഉണ്ട്. അപ്പം ഈ നീട്ടിവെക്കുന്നതും എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നതും ഒരു സ്ട്രെസ്സിന് കാരണം. മറ്റൊന്ന് നെഗറ്റീവ് തിങ്കിങ്, നമ്മുടെ ചിന്തകളെ നെഗറ്റീവായ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു, അതിനെ നമ്മളെ സമ്മർദ്ദത്തിനിടയാക്കാറുണ്ട്. നമ്മുടെ ഈ സ്ട്രെസ് ഹോർമോൺസ് എന്നറിയപ്പെടുന്നത് കോർട്ടിസോൾ, അതുപോലെ സെറോട്ടോണിൻ, ഇവ രണ്ടും സ്ട്രെസ് ഹോർമോൺസ്. നമ്മളിലെ ഭയം, സമ്മർദ്ദം, അതുപോലെ ഭീഷണി, ആശങ്ക എന്നിവയൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ റിലീസ് ആവുന്ന ഹോർമോൺസ് ആണ് സ്ട്രെസ് അഡ്രിനാലിനും കോർട്ടിസോൾ. ഈ അഡ്രിനാലിൻ ഹോർമോൺ നമ്മുടെ ബോഡിയെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യും. ആ സമയത്ത് നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂടും, അതുപോലെ ബ്ലഡ് പ്രഷർ കൂടും. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മളിലെ ഡൈജഷൻ, ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ സപ്രസ് ചെയ്യപ്പെടും. സ്ട്രെസ് ഹോർമോൺ ആണ് അതുപോലെ കോർട്ടിസോൾ. ഇത് സമ്മർദ്ദമുണ്ടാകുന്ന സമയത്ത് ഈ കോർട്ടിസോൾ ശരീരത്തിലൂടെ ഒഴുകാൻ തുടങ്ങും. അതിന് ഹൃദയമിടിപ്പ് കൂടാനും മസിലുകൾ ടൈറ്റൻ ചെയ്യപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തും. അതിന്റെ ഭാഗമായിട്ട് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്നുള്ള ഒരു റെസ്പോൺസിലേക്ക് ശരീരം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ, വിവിധ തരം സ്ട്രെസ്സുകൾ. അതിൽ ഒന്നാമത്തെ സ്ട്രെസ്സാണ് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള സ്ട്രെസ്സാണ് എക്യൂട്ട് സ്ട്രെസ്. ഈ എക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അത് നമ്മളെ പെട്ടെന്ന് ഉണ്ടാകുന്ന അപകടങ്ങളെ, സന്ദർഭങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി, അത് കഴിഞ്ഞാൽ അത് ആദ്യത്തെ സ്ഥിതിയിലേക്കായി മാറും. അതായത് ഇപ്പം നമ്മൾ ഒരു വർക്ക് തീർക്കണം, പെട്ടെന്ന് ഒരു ജോലി തീർക്കണം, എന്നാലേ നമ്മളെ ആ വർക്ക് തീർന്നാൽ മാത്രമേ നമ്മളുടെ ജോലി പോവാതെ ഇരിക്കുള്ളൂ. അപ്പൊ നമുക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ വർക്ക് തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ആ വർക്ക് തീരുന്നതോടുകൂടി നമ്മളുടെ ആ സ്ട്രെസ് അവിടെ തീരുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പൊ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ തർക്കം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ തർക്കം ഉണ്ടാകുന്ന സമയത്ത് അതും സ്ട്രെസ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ആ തർക്കങ്ങളെ പരിഹരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതോട് കൂടി അവിടെയുള്ള ആ സ്ട്രെസ് തീരുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഉള്ളതാണ് ഷോർട്ട് ടേം ആയിട്ടുള്ള സ്ട്രെസ്സാണ് എക്യൂട്ട് സ്ട്രെസ് എന്ന്. മറ്റൊന്ന് ക്രോണിക് സ്ട്രെസ്. ഈ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. അത് കഠിനമായ തോതിൽ നിരന്തരമായിട്ട് അനുഭവപ്പെടുക, അത്തരം സ്ട്രെസ്സാണ്. ഇത് പേഴ്സണൽ ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഇത്തരം കാരണങ്ങളെ കൊണ്ടൊക്കെ, പലവിധം കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഹൃദ്രോഗത്തിനും അതുപോലെ അമിത രക്തസമ്മർദ്ദം ഇങ്ങനെയുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ വഴുതി ഈ സ്ട്രെസ് കൂടിക്കൂടിയിട്ട്. അപ്പം ഡിപ്രഷനും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാറ്. ഉദാഹരണമായിട്ട് ഒരു രാധ എന്നു പേരുള്ള ഒരു ടീച്ചർ, ആ ടീച്ചർ ഒരു സ്കൂളിൽ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാണ്. ടീച്ചിങ് പ്രൊഫഷൻ അവർക്ക് ഒരു പാഷനാണ്. ആ സമയത്ത് ആ സ്കൂളിലാകെ ആ വർഷം അധികം സ്റ്റാഫ് ഒന്നുമില്ല. ഒരു വർഷമായിട്ട് അവിടെ സ്റ്റാഫ് കുറവാണ്. അപ്പൊ അവർക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ട്. പേപ്പർ വാല്യുവേഷൻ, അതുപോലെ ഒരുപാട് ക്ലാസ്സസ് എടുക്കണം, ഫ്രീ ടൈം ഒട്ടും തന്നെയില്ല. എല്ലാം കൂടെ അവർക്ക് സ്ട്രെസ് കൂടുകയാണ്. അങ്ങനെ അവർക്ക് തലവേദന, ഉറക്കക്കുറവ്, അങ്ങനെ ഇത് നിരന്തരം അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇത് തുടർന്നത് സമ്മർദ്ദം കൂടി അതൊരു വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തുകയാണ്. ഇത്തരം സ്ട്രെസ്സിനെയാണ് ക്രോണിക് സ്ട്രെസ് എന്ന്. ഒരു തുള്ളി വെള്ളം വീണാൽ ടാങ്ക് പൊടിയില്ല. പക്ഷേ വെള്ളം വീണുകൊണ്ടിരുന്നാൽ ഒരു കല്ല് പോലും കുഴിയുമെന്ന്. അങ്ങനെ നമുക്ക് ഈ ക്രോണിക് സ്ട്രെസ്സിനെ വിശേഷിപ്പിക്കാം. മറ്റൊന്ന് പോസിറ്റീവ് സ്ട്രെസ്, സ്ട്രെസ്. അത് ഒരു നല്ല കാര്യം ഉണ്ടായിട്ട് നമ്മുടെ സ്ട്രെസ് അങ്ങ് ഇല്ലാതെയാവുന്നു. ഒരു സ്ത്രീ പ്രസവിക്കുന്നു. അപ്പൊ പ്രസവിക്കുന്നതിന് മുമ്പ് ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും, ഭയങ്കര വേദനയും സ്ട്രെസ്സും എല്ലാം. അപ്പൊ പ്രസവിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞിനെ കാണുന്നതോടുകൂടി അവരിലെ സ്ട്രെസ് ഇല്ലാതാവും. അതത്രയേ ഉള്ളൂ. അതുപോലെ അപ്പൊ അതൊരു ഒരു ജോലി, ഒരു പുതിയ ജോലി കിട്ടിയിട്ട് ആ ജോലിയിൽ തുടക്കത്തില് ജോലി തുടങ്ങുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ അതിലേക്ക് എത്തിച്ചേർന്ന് നമ്മൾ ആ സ്ട്രെസ് നമ്മളിൽ നിന്ന് അത് ഇല്ലാതെയാകും. അപ്പം ഒരു പുതിയ കാര്യം, പുതിയൊരു ഇത് ഉണ്ടായി തീർന്നിട്ട് ആ സ്ട്രെസ് ഇല്ലാതാകും. അത്തരം പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത്. അതിന്റെ നേരെ വിപരീതമാണ് നെഗറ്റീവ് സ്ട്രെസ്, ഡിസ്ട്രെസ് എന്ന് പേര് വിളിക്കും. വലിയ ആശങ്കകൾ, സമ്മർദ്ദം, ഭയം, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന ഡിസ്ട്രെസ്. അപ്പം ഈ ഡിസ്ട്രെസ്സിൻ്റെത് ഇതിന്റെ ഭാഗമായി ഇത് ട്രോമാറ്റിക് ഇവന്റ്സ്, അതുപോലെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഇവന്റ്സിന്റെ ഭാഗമായിട്ടൊക്കെ ഡിസ്ട്രെസ് ഉണ്ടാകും. ഒരിക്കല് ഒരാളുടെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെടും. അയാൾ ആ വീട്ടിലെ ഏക വരുമാനമുള്ള ഒരു വ്യക്തിയാണ്. ആ സമയത്ത് അയാളുടെ മനസ്സിൽ ഒരുപാട് പറഞ്ഞറിയിക്കാനാവാത്ത സ്ട്രെസ്. കാരണം ആ വീട്ടിലെ ആകെയുള്ള ഒരു വരുമാനമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അയാളുടെ ഭാവി തന്നെ, ആ വീട്ടിലെ ഭാവി തന്നെ അസ്ഥിരമാവുകയാണ്. അപ്പൊ അതുമൂലം അയാൾക്ക് ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ, തലവേദന, അതെല്ലാം ഈ ഡിസ്ട്രെസ്സിന്റെ കാരണമാണ്. മറ്റൊന്ന്, ഈ ആശുപത്രിയിലെ ഒരു പ്രായമുള്ള ഒരാൾ, അയാളെ നോക്കാൻ ആളില്ല. ഇന്ന് പലയിടങ്ങളിലും കാണുന്ന ഒരവസ്ഥയാണ്.
അപ്പം അയാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, എന്നെ നോക്കാൻ ആളില്ലല്ലോ എന്ന ആ ചിന്ത ഒരുപാട് തവണ അയാളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അതൊരു സമ്മർദ്ദത്തിന്, അതൊരു നെഗറ്റീവ് സ്ട്രെസ് ആയിട്ട് മാറുന്നു. ഇതുപോലെ ഡിസ്ട്രെസ്സിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിധം അതൊരു നെഗറ്റീവ് സമ്മർദ്ദമാണ്, മനസ്സിനും ശരീരത്തിനെയും അത് ബാധിക്കുന്നു. അതുപോലെ ഒന്നാണ് അടുത്തത് സോഷ്യൽ സ്ട്രെസ്. അത് നമ്മുടെ സമൂഹത്തില് വ്യക്തിബന്ധങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരുതരം സ്ട്രെസ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് അവർ തമ്മിലുള്ള അവിശ്വാസം, കമ്മ്യൂണിക്കേഷന്റെ പോരായ്മകൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്. അതുപോലെ കുട്ടികളുടെ ചെലവിന്റെ കാര്യത്തിലും അങ്ങനെ ഒരുപാട് സമ്മർദ്ദം അനുഭവം, ചികിത്സാ ചെലവ്, ഇതൊക്കെ. പിന്നെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന സഹപ്രവർത്തകരുടെ പിന്തുണയില്ലായ്മ, അതൊക്കെ ഈ സ്ട്രെസ്സിലേക്ക് വഴിതെളിക്കുന്നു. മറ്റൊന്ന് എൻവയോൺമെന്റൽ സ്ട്രെസ്. എൻവയോൺമെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിൽ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്. അത് 2024 ജൂലൈ 30 വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ. അത് ഏറ്റവും മാരകമായിട്ടുള്ളൊരു വിപത്തായിരുന്നു. അതുപോലെ വെള്ളപ്പൊക്കം, എങ്ങനെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ, ഇതുപോലെയൊക്കെ ഉണ്ടാകുന്ന നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സുകളെ എൻവയോൺമെന്റൽ സ്ട്രെസ്. മറ്റൊന്ന് വർക്ക് റിലേറ്റഡ് സ്ട്രെസ്. അത് വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സിലെ ജോലിഭാരം കൊണ്ടും സമ്മർദ്ദങ്ങളെ കൊണ്ടുമൊക്കെ, ആ ജോലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൊണ്ട് ഒക്കെ ഉണ്ടാകുന്നൊരു സ്ട്രെസ്സാണ്. അത് സാധാരണ കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ ഈ സ്ട്രെസ് അനുഭവപ്പെടാറുണ്ട്. അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഉള്ളത് നെഗറ്റീവ്സ് ആണ്. ഇങ്ങനെ ഇതിന്റെ മൂലം സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്നാണ് PTSD. PTSD എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഇത് ഒരു വ്യക്തി തീവ്രമോ അഥവാ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അനുഭവങ്ങളോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത്, അങ്ങനെ ഒരു അനുഭവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ആ ഓർമ്മകള്, ആ സൗണ്ടുകള്, അതിങ്ങനെ ആവർത്തിച്ച് ആ വ്യക്തിയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്. അത് പ്രസവിച്ച സ്ത്രീകളിലും കാണപ്പെടാറുണ്ട് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന്. പ്രസവശേഷം അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്ന, ഉറക്കക്കുറവ്, അതുപോലെ വൈകിയുള്ള പ്രസവം, ഇതൊക്കെ അവരതിലേക്ക് വഴിതെളിക്കും. ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ മസ്തിഷ്കം അത്യന്തം ഭയത്തിലും നിസ്സഹായ അവസ്ഥയിലും, ചില മസ്തിഷ്ക ഭാഗങ്ങൾ നിസ്സഹായ അവസ്ഥയിലാകുന്ന സമയത്ത് ചില മസ്തിഷ്ക ഭാഗങ്ങൾ പ്രവർത്തിക്കാതെയാകും. അതില് ഒന്ന് അമിഗ്ഡാല, നമ്മുടെ ബ്രെയിനിന്റെ അലാറം ബെൽ എന്ന് അറിയപ്പെടുന്ന ഒരു ഭാഗമാണ് അമിഗ്ഡാല. ഈ അമിഗ്ഡാല ഭയത്തെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ്. വലിയ ട്രോമയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഹൈ അലേർട്ട് മോഡിലായിരിക്കും. ആ സമയത്ത് ഒരു ഭീഷണി പോലെ, അതിനാൽ അപകടം കഴിഞ്ഞിട്ടും ഈ ട്രോമ ഉണ്ടായതിനു ശേഷവും ഈ ശബ്ദം, സൗണ്ട്, ഇതൊക്കെ ഒരു ഭീഷണി പോലെ ഇങ്ങനെ തോന്നും, ഫ്ലാഷ് ബാക്കുകളായിട്ട് അനുഭവപ്പെടും. അപ്പൊ ഈ ട്രോമയുടെ ഷോക്കിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയുടെ ലൈബ്രറി എന്ന് പറയാം ബ്രെയിനിന്റെ. അപ്പൊ ഹിപ്പോ ക്യാമ്പസിൽ ഈ ഓർമ്മ ശരിയായിട്ട് ഫയൽ ചെയ്യാൻ സാധിക്കാതെ വരും. ആ സമയത്ത് ഈ ഇൻസിഡന്റ് ഡ്രീംസും അതുപോലെ ഇൻട്രൂസീവ് മെമ്മറീസ് ഒക്കെ ആയിട്ട് മാറും. പിന്നെ മറ്റൊന്ന് നമ്മുടെ ബ്രെയിനിന്റെ മാനസിക ഡ്രൈവർ എന്നറിയപ്പെടും, അതായത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഒരു ഡ്രൈവർ എങ്ങനെയാണോ വാഹനം ഓടിച്ചു പോകുന്നത്, വാഹനം നിയന്ത്രിക്കുന്നത്, അതുപോലെ നമ്മുടെ ബ്രെയിനിനെ നിയന്ത്രിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. നമ്മുടെ ബ്രെയിനിന്റെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഈ സമയത്ത് ഷട്ട് ഡൗൺ ആവും. അപ്പം ഭയം നിയന്ത്രിക്കാൻ കഴിയാതെ പോകും. അതിന്റെ ഭാഗമായിട്ടാണ് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഉണ്ടാകുന്നത്. അപ്പം ഇതാണ് ഈ
പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. പ്രസവശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഉയർന്ന രക്തസമ്മർദ്ദവും ഉറക്കക്കുറവും ഡിപ്രഷനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ദൈനംദിന ജീവിതത്തിലൊക്കെ നമ്മുടെ ചെറിയ സ്ട്രെസ്സുകൾ ഉണ്ടാകാറുണ്ട്. ആവർത്തിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന സമയത്ത് അതൊരു സമ്മർദ്ദമായിട്ട് മാറി തീരാറുണ്ട്. ഇപ്പം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നത് ഈ ക്യാൻസർ, അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പിന്നെ ഈ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മുടെ ഈ രോഗങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നത്, ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നത് ക്രോണിക് സ്ട്രെസ് ആണ്. ഈ ക്രോണിക് സ്ട്രെസ് കാരണമാണ് ഇത്തരം രോഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഈ കൊറോണ അസുഖം വന്നതിന് ശേഷം ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക്. പെട്ടെന്ന് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും. അപ്പൊ ഇതൊക്കെ അവരുടെ അധികമായിട്ടുള്ള സ്ട്രെസ്സിന്റെ, ഇതിനും ഒരു ക്രോണിക് സ്ട്രെസ് ഒരു റീസൺ ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തില് നമ്മുടെ സ്ട്രെസ്സിനെ നമ്മൾക്ക് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് താളപ്പിഴകളുണ്ട്. സോ ലേൺ ടു മാനേജ് യുവർ സ്ട്രെസ് ബിഫോർ ഇറ്റ് മാനേജസ് യു. നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ടെക്നിക്കുകൾ ചെയ്യണം എന്നതിലേക്ക് നമുക്കൊന്ന് നോക്കാം. സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിന് ആദ്യമായിട്ട് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിൽ നമുക്ക് ആദ്യം പരിചയപ്പെടുന്നത് 4 A's ആണ്. ഇതിനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ട്രെസ്സിനെ വളരെയധികം മാനേജ് ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ എ എന്ന് പറയുന്നത് അവോയ്ഡ് ആണ്. അപ്പം ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷനെ പരമാവധി ഒഴിവാക്കുക, മാറ്റി നിർത്തുക. പറ്റുമെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന ആളുകളെ, വിഷയങ്ങളെയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക്. ഈ ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വഴി മാറ്റി പിടിക്കാം. മറ്റു വഴികളിലൂടെ പോകുമ്പോൾ സ്ട്രെസ് മാനേജ് ഇതിൽ നിന്നൊന്ന് മാറി നടക്കുന്നത് മൂലം നമുക്ക് ആ സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ഈ പത്രത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ന്യൂസുകൾ, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ഇങ്ങനെയുള്ള ന്യൂസുകൾ വായിക്കുമ്പോൾ ചില ആളുകളിൽ വളരെയധികം സ്ട്രെസ് ഉണ്ടാകാം. അപ്പം ഇത്തരം ന്യൂസുകളൊക്കെ, ഈ നെഗറ്റീവ് ന്യൂസിനെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ, അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ആ സ്ട്രെസ്സിനെ ഇല്ലാതെ സാധിക്കും. മറ്റൊന്ന് അൾട്ടർ. രണ്ടാമത്തെ എ ആണ് അൾട്ടർ. ഇത് ആ സിറ്റുവേഷനെ നമുക്ക് ചേഞ്ച് ചെയ്യും. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ എൻ്റെ ഓഫീസിൽ എനിക്കൊരു വലിയ ടാസ്ക് തന്നു. അപ്പൊ ആ ടാസ്ക് വളരെ വലുതാണ്, അത് ചെയ്യാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ വലിയ ടാസ്കിനെ നമ്മൾക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ അൾട്ടർ ചെയ്യുന്നില്ലേ, ഡ്രസ്സ് നമ്മളുടെ പാകത്തിന് അനുസരിച്ച്, അതുപോലെ ഈ ടാസ്കിനെ നമ്മൾ സ്മോൾ ടാസ്കുകളാക്കിയിട്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ ഓരോ ടാസ്കിനെയും ചെയ്യുന്നത് വഴി നമുക്ക് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ എക്സാമിന് പോകുന്ന സമയത്ത് എക്സാമിന് പോകുമ്പോൾ പേടി വന്നു. അപ്പോൾ ആ എക്സാം മൂലം എനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും എൻ്റെ ജീവിതത്തിൽ, ആ എക്സാം കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാകാം, നല്ലൊരു ജോലി കിട്ടാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ മാറ്റുന്നതിലൂടെ എൻ്റെ പ്രൊഫൈൽ ഒന്നുകൂടെ മെച്ചപ്പെടുത്താം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ മാറ്റുന്നതിലൂടെ നമുക്ക് അവിടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം. മറ്റൊന്നാണ് അഡാപ്റ്റ്. നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ആവുക, നമ്മുടെ മൈൻഡ് സെറ്റിനെ അതിലേക്ക് മാറ്റുക.
ഇപ്പൊ ഒരാൾക്ക് ആക്സിഡന്റ് ആയി, അയാളുടെ കാലിന് ഫ്രാക്ചർ വന്നു, പ്ലാസ്റ്റർ ഇട്ടിരിക്കും. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ വല്ലാത്ത സ്ട്രെസ്സിൽ നമ്മളിങ്ങനെ എനിക്കിത് വന്നല്ലോ, എനിക്ക് എന്തൊരു കഷ്ടകാലമാണ്, എനിക്ക് പിന്നെ സ്ട്രെസ്സിൽ ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് നമുക്ക് മറ്റൊന്ന് മാറ്റി ചിന്തിക്കും. ഇത്രയല്ലേ എനിക്ക് വന്നുള്ളൂ, എന്റെ തലയ്ക്കൊന്നും പറ്റിയില്ലല്ലോ, ഞാൻ കോമ സ്റ്റേജിലായില്ലല്ലോ, മാരകമായിട്ടുള്ള അങ്ങനത്തെ ഒരു ജീവൻ പോകുന്ന ഒരു പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ, ഈ സമയവും കടന്നു പോകും. അപ്പൊ ആ സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. മറ്റൊന്ന് അക്സെപ്റ്റ്. നമ്മൾ ആ സിറ്റുവേഷനെ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ സിറ്റുവേഷനെ പൂർണ്ണമായിട്ട് ഒന്ന് സ്വീകരിക്കാം. വി കാൺ ചേഞ്ച് ദ സിറ്റുവേഷൻ. ഉദാഹരണത്തിന് കൊറോണ സിറ്റുവേഷൻ. കൊറോണയുടെ ആ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ അടച്ചിട്ട്, ആരും തന്നെ പുറത്തേക്ക് പോയില്ല, എല്ലാവരും വീട്ടിനുള്ളിൽ അടച്ചിട്ടിരിക്കുക ചെയ്യും. ആ സമയത്ത് ഒരുപാട് പേര് സ്ട്രെസ്സിലായിരുന്നു. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ അത്തരം സിറ്റുവേഷനൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങ് സ്വീകരിക്കുക പൂർണ്ണമായിട്ടും. ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ നമ്മൾ ഏറ്റവും മനസ്സുകൊണ്ട് സ്വീകരിക്കും. അതുവഴി നമുക്ക് അതിൽ നിന്നും സ്ട്രെസ് ഇല്ലാതെ നോർമലായിട്ട് ഇരിക്കാൻ സാധിക്കും. പിന്നെ ഏറ്റവും സ്ട്രെസ് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് വർക്ക് സ്ട്രെസ്. അത് ഇപ്പൊ ഒരു കൂലിപ്പണിക്കാരൻ, അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. അതേ സ്ഥാനത്ത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് സ്ട്രെസ് കൂടുതൽ? ഇപ്പൊ ചിലർക്ക് തോന്നും ആ കൂലിപ്പണിക്കാരൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുകയല്ലേ, അയാൾക്കായിരിക്കും സ്ട്രെസ് കൂടുതൽ. പക്ഷെ ഇന്റലക്ച്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് സ്ട്രെസ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പം ബാങ്ക് ഉദ്യോഗസ്ഥൻ AC-യിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്, അപ്പോൾ അയാൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു ധാരണയുണ്ടാവും. പക്ഷെ നമ്മൾ ബുദ്ധിപരമായിട്ട് ചെയ്യുന്ന ജോലിക്കാണ് കൂടുതൽ സ്ട്രെസ് ഉണ്ടായത്. സമ്മർദ്ദം കൂടുതൽ വരുന്നത് അതിനായിരിക്കും. ഇപ്പൊ ഓഫീസിലുള്ളവരൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓഫീസ് യോഗ ചെയ്യുന്നു. അതുപോലെ വീട്ടമ്മമാർക്ക് സ്ട്രെസ് റിലാക്സേഷൻ റിലീസ് ചെയ്യുന്നു. അതിനും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്ന് സ്ട്രെസ് മാനേജ്മെന്റിനുള്ള മറ്റൊരു മാർഗമാണ് ജേർണലിംഗ്, എഴുതുക. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, ഒരു സുഹൃത്തിനോ ഒക്കെ നമ്മൾ ഒരു കത്തെഴുതാം. നമ്മളത് പോസ്റ്റ് ചെയ്യണ്ട, പക്ഷെ നമ്മുടെ മനസ്സ് തുറന്നെഴുതാം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അതിലേക്ക് എഴുതി, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യാതെ അവിടെ വെക്കുക. എനിക്ക് നീ എന്തുകൊണ്ട് ഇത്രയും പ്രിയപ്പെട്ടതായി എന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ അതിൽ. ചില സമയത്ത് നമുക്ക് ഉറക്കം വരാറില്ല രാത്രി. അങ്ങനെ ഉറക്കം വരാതെ, ഇങ്ങനെ സമ്മർദ്ദം വന്ന് ഉറക്കം വരാതിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു പേപ്പർ എടുത്ത് നമ്മൾ എന്തുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, അതിലേക്ക് എൻ്റെ ഉള്ളിലുള്ള ചിന്തകളുണ്ട്, ആ ചിന്തകളെയൊക്കെ നമുക്ക് അതിലൂടെ ആ പേപ്പറിലേക്ക് പകർത്തുന്നതിലൂടെ നമ്മളെല്ലാം അതിലേക്ക് പകർത്തി കഴിഞ്ഞു, ഇനി ഇപ്പോൾ എനിക്ക് ഉറങ്ങാം സമാധാനമായിട്ട്. അങ്ങനെ ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞു എന്നുള്ള ഒരു ഇതിൽ നമ്മൾ സ്വസ്ഥമായിട്ട് പേപ്പർ അവിടെ വെച്ചിട്ട് കിടക്കുക. താനെ ഉറക്കം വന്നുകൊണ്ട് ആ സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസസിന്റെ റീസൺ ആണ് അതിലുള്ളത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെ ഉത്തരവാദിത്തം നമ്മളങ്ങ് ഏറ്റെടുക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുന്നതിലൂടെ ഒരുപാട് സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പൊ ഓഫീസിലെത്താൻ ലേറ്റ് ആയാൽ നമ്മൾ മറ്റു ഒന്നിനെയും പഴിക്കാതെ, ട്രാഫിക്കിനെയോ വീട്ടുകാരെയോ ഒന്നും പഴിചാരാതെ നമ്മളുടെ കാര്യം, നമ്മൾ എത്താൻ പുറപ്പെടാൻ ലേറ്റ് ആയി, അപ്പൊ ആ റീസണെ നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നമുക്ക് അതിന് സ്ട്രെസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മൾ ഒരു ഉദാഹരണം, ഒരു രാമു എന്നൊരു വിറക് വെട്ടുന്ന ഒരാളാണ് രാമു. അപ്പം അയാള് ഒരു വീട്ടിൽ ചെന്നിട്ട് വിറക് വെട്ടുക. ആ സമയത്ത് അയാളുടെ രണ്ടാമത്തെ ദിവസം ചെന്നപ്പം അയാളുടെ ആ മെഷീൻ, ഇലക്ട്രിക് മെഷീൻ കൊണ്ടാണ് അയാൾ ആ വിറക് കീറുന്നത്. അപ്പം അത് കേടായി.
അതുകൊണ്ട് അയാൾക്ക് പിന്നെ അന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാള് വീട്ടുടമസ്ഥൻ അയാളെ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. വീട്ടിൽ പോവാൻ പറഞ്ഞപ്പോ ആ സ്കൂട്ടറും കംപ്ലൈന്റ് ആയി. അപ്പൊ തിരിച്ചു പോവാനും പറ്റും. ഈ വീട്ടുടമസ്ഥൻ ഞാൻ പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞു ഇയാളെ വീട്ടിലേക്ക് കൊണ്ടാക്കി. ഞാൻ എന്റെ കൂടെ പോരും എന്ന് പറഞ്ഞിട്ട് കൊണ്ടാക്കി കൊടുത്തു. അപ്പം അന്നത്തെ ദിവസം അയാൾക്ക് ജോലിയില്ല. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അയാളുടെ വീട്ടില് ഭാര്യയും മക്കളൊക്കെ അയാളെ നല്ല സന്തോഷത്തോടെ വരവേൽക്കുന്നു. അപ്പം ഈ വീട്ടുടമസ്ഥൻ അത്ഭുതപ്പെട്ടു. ഇന്നത്തെ ദിവസം അയാൾക്ക് പൈസ കിട്ടില്ല, ജോലിയും ഇല്ല, എന്നിട്ട് ഇവരെത്ര സന്തോഷമായിട്ടാണ് അയാളെ സ്വീകരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇയാൾ വന്നപ്പോൾ ഈ വീട്ടുടമസ്ഥൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇത്ര സന്തോഷമായിട്ട്, അന്നത്തെ ദിവസം ജോലി ഇല്ലല്ലോ, എന്നിട്ട് എങ്ങനെ കഴിയാൻ പറ്റും? അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലൊരു സമ്മർദ്ദ മരമുണ്ട്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളും ആ മരത്തിൽ ഉപേക്ഷിച്ചാണ് പോകുന്നത്. അപ്പം അത് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അയാൾ ആ ഒരു മരമുണ്ട് സത്യത്തിൽ, ആ മരത്തിന്റെ അവിടെ അയാളുടെ വിരൽ അവിടെ വെച്ച് അങ്ങ് അമർത്തും, നന്നായിട്ട് പ്രസ് ചെയ്യും. പിന്നെ അയാളുടെ എല്ലാ മനസ്സങ്ങ് വിഷമങ്ങളും വിട്ടിട്ട് അയാൾ സന്തോഷമായിട്ട് വീട്ടിലേക്ക്. അങ്ങനെ അയാളുടെ വീട്ടിലുള്ളവർക്കും അയാൾ ഹാപ്പിയാണ്, അതിന് അവരിലേക്കും ഹാപ്പിനെസ് ഉണ്ട്. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് 4-7-8 ബ്രീത്തിങ്. സ്ട്രെസ് കുറയ്ക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ 4 സെക്കൻഡ് ബ്രീത്ത് എടുത്ത് 7 സെക്കൻഡ് ആ ബ്രീത്തിനെ ഹോൾഡ് ചെയ്യും. 8 സെക്കൻഡ് ബ്രീത്തിനെ പുറത്തേക്ക് വിടുന്നത് വായിലൂടെ ആയിരിക്കും. ഇത് കൗണ്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് റിസൾട്ട് കിട്ടും. അപ്പൊ അത് സ്ട്രെസ് കുറയ്ക്കാനുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗമാണ്. മറ്റൊന്ന് എക്സസൈസ്. നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ സൈക്ലിങ്, സ്ട്രെച്ചിങ്, അതുപോലെ യോഗ, ജിം, ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഒരു ഫീൽ ഗുഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, എൻഡോർഫിൻസ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. ഈ പ്രസന്റ് മൊമെന്റിലേക്ക് മനസ്സിനെ കൊണ്ടുവരും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മുൻധാരണകളില്ലാതെ, വിചാരങ്ങളില്ലാതെ നമ്മളെ ഈ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരും. ആ ബ്രീത്ത് മൈൻഡ്ഫുൾ മെഡിറ്റേഷനിലേക്ക് ശ്രദ്ധ. ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസത്തിൽ നമ്മൾ അറിയുകയും, അതുപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യും അത് ആ സെൻസേഷനൊക്കെ അറിയുകയും, ആ പ്രസന്റ് മൊമെന്റിൽ തന്നെ നമ്മൾ ഇരിക്കുന്നത് വഴി മറ്റു ചിന്തകൾ വരും പോകും. പക്ഷെ ആ ചിന്തകളിലേക്ക് നമ്മൾ അധികം ഫോക്കസ് കൊടുക്കണ്ട, അവ വന്നും പോയിരിക്കും. നമ്മളുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ ശ്വാസത്തിലായിരിക്കും. അങ്ങനെ ഈ മൊമെന്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമുക്ക് നല്ല സമ്മർദ്ദത്തിൽ നിന്നും ഒരുപാട് ആശ്വാസം കിട്ടുന്നതാണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. അത് പലതരത്തിലുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ മെഡിറ്റേഷൻ ഇപ്പോൾ ഒരു കാരക്ക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പഴം അത് കഴുകി വായിലിട്ടിട്ട് നന്നായിട്ട് അതിലേക്ക് മാത്രം കണ്ണടച്ച് ഫോക്കസ് ചെയ്ത് അതിൻ്റെ എല്ലാ രുചികളും വായിൽ അറിയും, നന്നായിട്ട് ചവച്ചരച്ച് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരുപാട് നേരം നമ്മുടെ മൈൻഡ് മുഴുവൻ അതിലേക്കായിരിക്കും. അങ്ങനെ അതിൻ്റെ എല്ലാ രസങ്ങളും അറിഞ്ഞ സെൻസേഷനൊക്കെ അറിഞ്ഞ് മെല്ലെ മെല്ലെ അത് ഉള്ളിലേക്ക് ഇറക്കുന്നത് അറിയുക. അങ്ങനെ ആ മൊമെന്റിലേക്ക് നമ്മൾ അങ്ങിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിലൂടെ നമുക്ക് മനസ്സിന് സ്വസ്ഥത കൊടുക്കാൻ സാധിക്കും. പിന്നൊന്ന് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ടെൻസ് ചെയ്ത് ടൈറ്റൻ ചെയ്ത് നമുക്ക് പിന്നെ റിലാക്സ് ചെയ്ത് അതിലൂടെ ശരീരത്തിന്റെ എല്ലാ സമ്മർദ്ദങ്ങളും നമുക്ക് ഒഴിവാക്കാം. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് സമ്മർദ്ദത്തെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. പിന്നെ മറ്റൊന്ന് ഹെൽത്തി ഫുഡ്, അതുപോലെ നല്ല നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ആശ്വാസം. ശരിക്കുള്ള ഉറക്കം 7-8 മണിക്കൂർ ഉറങ്ങണം. അതുപോലെ ടൈം മാനേജ്മെന്റ്, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സമയത്തിന് ചെയ്ത് തീർക്കുന്നത് വഴി ഒരുപാട് സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നല്ല ഹോബികളെ പിന്തുടരും. ഓരോരുത്തർക്കും പാട്ട് പാടുക, ചിത്രം വരയ്ക്കുക, ചെടികൾ നടുക, ഇങ്ങനെ ഒരുപാട് ഹോബികൾ ഉണ്ടായിരിക്കും.
ഇതിനെയൊക്കെ നമ്മൾ പിന്തുടരുക. നമ്മുടെ ജീവിതത്തിലെ ഹോബികളെയൊക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കി തീർക്കുക. അതുവഴി നമ്മളിൽ ഒരുപാട് സമ്മർദ്ദം ഒഴിവാക്കുവാനും ആശ്വാസം സമാധാനവും കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സമാധാനമാണ്. പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് അപ്രോച്ച് കൊടുക്കുക. അതിന് എല്ലാ കാര്യങ്ങളെയും കാണുന്നത് ഒരു പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. അതിലൂടെ നമുക്ക് ഒരുപാട് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. ഇതിനൊക്കെ ഉപരി നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു ഒരു സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലറെയോ ഒക്കെ കൺസൾട്ട് ചെയ്യുന്നത് നമുക്ക് സമ്മർദ്ദത്തെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ നിന്നും നമുക്ക് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ലൈഫിലേക്ക് ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. സ്ട്രെസ് മാനേജ്മെന്റിന്റെ സമീകൃതമായ എല്ലാ തലങ്ങളിലൂടെയും നാം യാത്ര ചെയ്തു. വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് ഒക്കെ ആദ്യമേ പറഞ്ഞു. പ്രത്യേകിച്ച് കമ്പാരിസൺ, ഉറക്കത്തിൻ്റെ കുറവ്, പ്രത്യേകമായ പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തുണ്ടാകുന്ന സ്ട്രെസ്സുകൾ, പലപ്പോഴും ജോലി ചെയ്യുമ്പോൾ ആകുന്ന ആവർത്തന വിരസത, അസർട്ടീവ്നെസ് ഇല്ലാതെ നോ പറയാനൊക്കെയുള്ള കഴിവ് കുറവ്, കാര്യങ്ങൾ മാറ്റിവെക്കുന്ന പ്രോകാസ്റ്റിനേഷൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്ട്രെസ് ലെവൽസ് അല്ലെങ്കിൽ സ്ട്രെസ് സൗണ്ട് ബ്രേക്ക് ആവുന്നു. പലതരം സ്ട്രെസ്സുകളെ അവോയ്ഡ്, ഓൾട്ടർ, അഡാപ്റ്റ് ആൻഡ് അക്സെപ്റ്റ് ഈ ഒരു പ്രൊസീജിയറിലൂടെ കൃത്യമായിട്ട് നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക, നല്ല ഹോബീസ്, പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ്, ഫുഡ്, നല്ല ഭക്ഷണം, നല്ല ഉറക്കം, റിലാക്സേഷൻ ടെക്നിക്സ്, PMR പോലുള്ള റിലാക്സേഷൻ ടെക്നിക്സ്, മൈൻഡ്ഫുൾനെസ്, അതുപോലെ തന്നെ ഫീൽ ഗുഡ് ഹോർമോൺ, നല്ല എക്സസൈസിലൂടെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ബ്രീത്തിങ്, മനോഹരമായ ഒരു ടെക്നിക് 4783 ടെക്നിക്സ്. ഇങ്ങനെ സമഗ്രതയിൽ എങ്ങനെയാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കാം, ഒരു രീതിയിലുള്ള മറ്റൊരു രീതിയിലുള്ള ടെക്നിക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. സ്ട്രെസ് എപ്പോഴും എല്ലാവർക്കും ഉള്ളതാണ്. അതിനെ പരിഹരിക്കാൻ ഒത്തിരി മാർഗങ്ങളുമുണ്ട്. അതിനെയൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് തന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഔദ്യോഗികമായി മാമിനൊരു നന്ദി പറയാൻ വേണ്ടി കോട്ടയം ജില്ലയുടെ PCTയുടെ പ്രസിഡന്റ് ബാബു തോമസ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. ബാബു തോമസ് സാർ. ഏറ്റവും പ്രിയ PCTA കുടുംബാംഗങ്ങളെ, ഈ സ്ട്രെസ് എന്ന ഇംഗ്ലീഷ് വാക്കിന് മലയാളത്തില് സമ്മർദ്ദം അല്ലെങ്കിൽ പിരിമുറുക്കം എന്നൊക്കെ പറയാം. ഇത് യഥാർത്ഥത്തില് ഇത് ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും രൂപം കൊണ്ട ഒരു വാക്കാണ്. നമുക്കറിയാം, രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ രണ്ടും തകരും. ഒരു വസ്തു ക്രമാതീതമായി വലിച്ചു നീട്ടിയാൽ അങ്ങനെ നീട്ടാവുന്ന ഒരു സ്വഭാവമുള്ള വസ്തു കൂടുതലായി നമ്മൾ സമ്മർദ്ദം പ്രയോഗിക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. അങ്ങനെ ഉള്ളതായ ഈ സമ്മർദ്ദം നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധിവരെയൊക്കെ സമ്മർദ്ദം അല്ലെങ്കിൽ ടെൻഷൻ ഒക്കെ ആവശ്യമാണ്. അത് വളരെ മൈന്യൂട്ടാണ്. പക്ഷെ ഇത് ഏറുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ സമതുലിതാവസ്ഥ നഷ്ടമാകുകയാണ്. അത് പല വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയാണ്. ജീവശാസ്ത്രപരമായും
മാനസികമായും സാമൂഹ്യപരമായും ഒക്കെ അതിൻ്റെ വിപത്തുകൾ നമ്മിൽ സംഭവിക്കുന്നു. ഇന്ന് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന വിഷയവുമായി നമ്മുടെ മുന്നിലേക്ക് വന്നത് ശ്രീമതി ബിന്ദു കോത്തേരിയാണ്. മാഡം വളരെ നന്നായിട്ട് ആ സബ്ജക്റ്റ് കൈകാര്യം ചെയ്തു. എന്താണ് സ്ട്രെസ്, അതിൻ്റെ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ മാനേജ്മെന്റ് എന്നിവ വളരെ വിശദമായിട്ട് ഇവിടെ പറയുകയുണ്ടായി. സ്ട്രെസ് മാനേജ്മെന്റ് ഏറെ പുതുമയില്ലാത്ത ഒരു വിഷയമായിരിക്കാം. പക്ഷെ ഇതിന്റെ പ്രസക്തി നമ്മുടെ മാനസികാരോഗ്യത്തിന് ഇത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എത്ര കേട്ടാലും ഈ സബ്ജക്റ്റിന്റെ ആ ഒരു പ്രാധാന്യം, അതിന്റെ റെലവൻസ് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മനോഹരമായി ഈ ക്ലാസ് നയിച്ച മാഡത്തിന് നമ്മുടെ എല്ലാവരുടെയും നാമത്തിലുള്ള ഊഷ്മളമായ നന്ദി അറിയിക്കുന്നു. ഈ ക്ലാസ്സിൽ പാർട്ടിസിപ്പൻസ് ധാരാളം പേരുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മനോഹർലാൽ സാറ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ഉഷ മാഡം, വിവിധ ജില്ലയുടെ ഭാരവാഹികൾ. ഞാനൊന്ന് നോക്കിയപ്പോൾ കണ്ടത് പോൾ സാറ്, ജോൺ ബേബി സാറ്, അതുപോലെ ടോമി സാറ്, ഇങ്ങനെ പലരുമുണ്ട്. അപ്പോൾ ഇത്രയും വിശിഷ്ട വ്യക്തികൾ, അതോടൊപ്പം ഇതിൽ ഏറ്റവും സജീവമായി പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളുമുണ്ട്. അങ്ങനെ പ്രഗത്ഭരായ ഒരു വ്യക്തികളുടെ സാന്നിധ്യം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായി കോട്ടയം ജില്ലയുടെ പേരിലുള്ളതായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ വേദി നമുക്ക് ഒരുക്കിയ സാബു സാറിനും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ബാബു സാർ. വളരെ സന്തോഷം. കോട്ടയത്തിൻ്റെ മെമ്പേഴ്സായ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. വളരെ മനോഹരമായി നമ്മൾ 7ാമത്തെ വെബിനാറിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ കമൻസിലേക്ക് പോകാം. നമുക്ക് മനോഹർലാൽ സാറിന് തുടങ്ങാം. മനോഹർലാൽ സാർ. ഓക്കെ, താങ്ക് യു സാബു സാർ. ഇന്ന് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും ആയ ശ്രീമതി ബിന്ദു കോതേരി ആണ് നമ്മുടെ സ്ട്രെസ് മനോഹരമായ രീതിയിൽ സ്ട്രെസ് എങ്ങനെ അഭിമുഖീകരിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ നമ്മളെ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ സ്ട്രെസ്സിന്റെ കാര്യങ്ങൾ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ സ്ട്രെസ്സിന്റെ മാനേജ്മെന്റിനെ പറ്റി പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിലും എപ്പോഴും ഒരു പുതുമയുള്ള സബ്ജക്റ്റ് പോലെ നമുക്കത് അനുഭവപ്പെടുന്നതാണ്. കാരണം പല കാര്യങ്ങളും പല രീതിയിലും നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷനിലെ മെമ്പർമാർ ധാരാളമുള്ള ഒരു കൗൺസിലേഴ്സ് ആണ്, ട്രെയിനേഴ്സ് ആണ്. കൂടാതെ തന്നെ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഇപ്പൊ 75% ആളുകളും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സ്ട്രെസ് അനുഭവിക്കാത്ത ആരും 100% ആളുകളിൽ ആരും സ്ട്രെസ് അനുഭവിക്കാത്ത ആളുകളില്ല എന്നതാണ് വസ്തുത. പക്ഷേ ഈ സ്ട്രെസ്സിനെ പറ്റി ഞാൻ ഇവര് നന്നായ രീതിയിൽ അവതരിപ്പിച്ചു. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. സാബു സാറും അതുപോലെ തന്നെ നമ്മുടെ തോമസ് സാറൊക്കെ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സ്ട്രെസ് ഹോർമോൺസിന്റെ ചെറിയ ഒരു കാര്യങ്ങൾ, സ്ട്രെസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് പാടില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരാറുണ്ട്. പക്ഷേ ഇന്ത്യൻ ജേണൽ ഓഫ് എൻഡോക്രൈനോളജി ആൻഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞ ജേണലിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. സ്ട്രെസ് ഹോർമോൺസിന് 2 രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ട്, പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. സ്ട്രെസ് ഹോർമോൺസിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നാണല്ലോ ഈ ഹോർമോണുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഇതിലുള്ള സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറഞ്ഞാല് കോർട്ടിസോൾ ഉണ്ട്, അഡ്രിനാലിൻ ഉണ്ട്, നോറെപ്പിനെഫ്രിൻ ഉണ്ട്, വാസോപ്രസിൻ ഉണ്ട്, ഗ്രോത്ത് ഹോർമോൺ, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം
ഡിസീസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണുകൾ കൂടിയാണെന്നത് രസകരമായ ഒരു സംഭവമാണ്. അപ്പോ ഇത് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ ചിലപ്പോൾ കൂട്ടുന്ന അവസ്ഥയിലേക്ക് ഈ സ്ട്രെസ് ഹോർമോൺസിന് ചിലപ്പോൾ സാധ്യത ഉണ്ട് എന്നുള്ള പഠനങ്ങളാണ് ഇതിൽ കാണുന്നത്. കൂടാതെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള തന്നെ നേരെ തിരിച്ചുമുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള ലിംഫോസൈറ്റ്സിനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന രീതിയിലും സ്ട്രെസ് ഹോർമോൺസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ ഏറ്റക്കുറച്ചിലാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനെയും മാനസികാരോഗ്യത്തിനെയും ശാരീരിക ആരോഗ്യത്തിനെയും ബാധിക്കുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കുറഞ്ഞൊക്കെ സ്ട്രെസ്, നമ്മൾ പറയില്ലേ കുറച്ചൊക്കെ സ്ട്രെസ് എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. സ്ട്രെസ് തീരെ പാടില്ല എന്നല്ല. ചെറിയ എക്സാമിന് ഒരു പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് ചെറിയൊരു സ്ട്രെസ് ഇല്ലെങ്കിൽ, തീരെ താല്പര്യം ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ മുമ്പിലൊക്കെ വരുന്ന ഒരുപാട് കേസുകൾ ഈ ഇപ്പം പിന്നെ ബിന്ദുമാൻ തന്നെ ഒരുപാട് ബ്രില്യൻ പാലയിൽ പഠിക്കുന്ന കുട്ടികളെ ഒരുപാട് നമ്മൾ എന്താ പറയുക, ഈ സ്ട്രെസ് കൂടുതലുണ്ടാവുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഒരുപാട് കുട്ടികളെ സ്ട്രെസ് ഹോർമോൺസ്, സ്ട്രെസ് പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, അതിനോടനുബന്ധിച്ച ആങ്സൈറ്റി, ഇതൊക്കെയുള്ള കുട്ടികൾ ധാരാളം വരുന്ന ഒരു അന്തരീക്ഷമാണത്. അപ്പൊ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞു ഒരു ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ കുട്ടികൾ വളർത്തുന്നതിൽ നിന്ന് മാറിയിട്ട് അവരെ എല്ലാ കാര്യങ്ങളും അഭിമുഖീകരിക്കാൻ രീതിയിലുള്ള കുറച്ച് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യകതയാണ്. ഇത് ഊന്നി പറയേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചോളം ഈ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, മാനസികാരോഗ്യ രംഗത്തുള്ള ക്ലാസ്സുകൾ, ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള അറിവ് കൂട്ടുവാനും ഇന്ററാക്ട് ചെയ്യാനും കൂടുതൽ പഠിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മളെ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ട്രെയിനേഴ്സ് അസോസിയേഷൻ പോകുന്നതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ല ഇതിൽ മുൻകൈ എടുത്തതിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കോട്ടയം ജില്ല അവരുടെ ജില്ലയിലുള്ള ആളുകളെ മാത്രം വെച്ചല്ല, അതിന് ജില്ലകൾക്ക് പുറത്തുള്ള ആളുകൾക്കും അവസരം നൽകുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അഭിനന്ദനങ്ങൾ ഞാൻ എല്ലാവർക്കും അർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ നമുക്കിതിലെ ഇന്ററാക്ഷൻ സെക്ഷനിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ജോൺ ബേബി സാർ ഉണ്ടോ? ജോൺ ബേബി സാർ. യെസ്, ഞാനുണ്ട്. ക്ലാസ് വളരെ നന്നായിരുന്നു. നമ്മൾ പറയില്ല ഒരു തീപ്പൊരി പ്രസംഗമായിരുന്നില്ല, എങ്കിൽ കൂടെ ആ സബ്ജക്റ്റ് കവർ ചെയ്ത് അതിൽ ആവശ്യമായ എല്ലാ പ്രിൻസിപ്പിളും, എന്തുകൊണ്ടൊക്കെ സ്ട്രെസ് വരുന്നു, അതിന് എന്താണ് പരിഹാരം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഒരു മൈൻഡ്ഫുൾ ലിവിങ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അതുകൂടെ പറയേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ സ്റ്റാർട്ട് ലിവിങ് ഇൻ ദ പ്രസന്റ്, നോട്ട് ഇൻ ദ പാസ്റ്റ് ഓർ ഇൻ ദ ഫ്യൂച്ചർ. ഒരു മൈൻഡ്ഫുൾ ലിവിങ്ങോട് തുടങ്ങുന്നത് സ്ട്രെസ് കുറയ്ക്കുവാനും അതുപോലെ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാനും വളരെ വളരെ എഫക്റ്റീവായി. എങ്കിൽ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്, ഞാൻ എവിടെയോ ശ്രദ്ധ പോയിരിക്കും. താങ്ക് യു. ഓവറോൾ ഐ റിയലി എൻജോയ്ഡ് ദ ക്ലാസ്. ക്ലാസ് എടുത്ത ആളെക്കാളും കൂടുതൽ ക്ലാസ് നടത്തുന്നതും വളരെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആണ്. അത് വളരെ അപ്രീഷിയേറ്റ് പോയിന്റ് ആണ്. ആ തുടക്കം മുതലേ ആ ക്ലാരിറ്റിയോടുകൂടി ഈ ഒരു MC എങ്ങനെ പ്രോഗ്രാം നടത്തുന്നു അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ പ്രോഗ്രാം നടത്തുന്നത്. അതുപോലെ പ്രത്യേകിച്ച് ആ നന്ദി പറയാനെത്തിയ ആളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രസംഗവും ആ സബ്ജക്റ്റ് എല്ലാം കവർ ചെയ്തുള്ള ഒരു താങ്ക്സ് ഗിവിങ്ങും എല്ലാം കൂടെ എനിക്ക് കോട്ടയംകാരുടെ ക്ലാസ് വളരെ വളരെ ഇമ്പ്രസീവാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഓൾ. ഇതിൽ റിലേറ്റഡ് എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി, അഭിനന്ദനങ്ങളും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. വളരെ സന്തോഷം. ഇനി മറ്റ് ജില്ലകളിൽ നിന്ന് ആർക്കെങ്കിലും സംസാരിക്കാനുണ്ട്? വിക്ടർ ജോർജ് സാർ ഉണ്ട്, വത്സമ്മ മാം ഉണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? മറ്റ് ജില്ലകളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും കമൻസ് പറയണമെങ്കിൽ. വത്സമ്മ മാം, വിക്ടർ ജോർജ് സാർ, നീ എത്ര പേരെ കാണുന്നുള്ളൂ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ലേനാൻ സാറിലേക്ക് പോകാം. ലേനാൻ സാർ. വത്സമ്മ വരുന്നുണ്ട്. ഒരു സാർ വത്സമ്മ പറഞ്ഞു. താങ്ക് യു സാർ. ഞാനിത് അവസാന ഭാഗം സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റിയുള്ള ഭാഗത്തിൽ അവസാന ഭാഗം കേട്ടത് അന്നേരം കയറിയത്. കേട്ടിടത്തോളം ഭാഗം വളരെ നന്നായിരുന്നു. വളരെ റിലാക്സ് ആയിട്ട് തന്നെയാണ്
അവതരിപ്പിച്ചയാൾ അവതരിപ്പിച്ചത്. അത് തന്നെ ഏറ്റവും സന്തോഷം. സ്ട്രെസ് മാനേജ്മെന്റ് എല്ലാ കാലത്തും പുതുമയുള്ള സബ്ജക്റ്റ് തന്നെയാണ്. എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, എല്ലാവരും സ്ട്രെസ്സിന് വിധേയരാകുന്നവരാണ്. റിലാക്സ് ആയിട്ട് അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ബാങ്ക് മാനേജരും ഒരു തൊഴിലാളിയും തമ്മിലുള്ള വ്യത്യാസം. കായികാധ്വാനം ചെയ്യുന്നവന് അത്രയും സ്ട്രെസ് അനുഭവിക്കുന്നില്ല. ബുദ്ധിപരമായ തൊഴിൽ ചെയ്യുന്നവനാണ് കൂടുതൽ സ്ട്രെസ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പോയിന്റ് എന്നെ ഒത്തിരി ആകർഷിച്ചു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കേട്ടിടത്തോളം വെച്ച് വളരെ നല്ല ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു മാം. ദെൻ നമുക്ക് ലയനൻ സാറിലേക്ക് പോകാം. ലയനൻ സാർ പറഞ്ഞു. സാർ അൺമ്യൂട്ട് ചെയ്യണം. ലയനൻ സാർ കേൾക്കുന്നില്ലേ? അഡ്മ്യൂട്ട് ചെയ്യും. കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. വിജയരാമൻ സാർ. ഓക്കെ, കേൾക്കുന്നുണ്ട് തന്നെ. യെസ്. ഓക്കെ, ബിന്ദു മാം വളരെ നല്ലൊരു ക്ലാസ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്തത്. MSc പഠിച്ച സിലബസ് മുഴുവൻ ഒന്ന് റിവ്യൂ ചെയ്ത ഫീൽ ഉണ്ടായി. സോ ഇറ്റ് വാസ് വെരി നൈസ്. അപ്പോ മാം പറഞ്ഞതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നിയിരുന്നു. അതായത് മാം, ഞാനൊരു കാര്യം പറയട്ടെ. ഈ സ്ട്രെസ്സർ ഐഡന്റിഫൈ ചെയ്യാതെ ഒരാൾക്കും സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തോന്നുന്നു എനിക്ക്. വാട്ട് ഈസ് മേക്കിംഗ് സ്ട്രെസ്ഫുൾ, ആ സ്ട്രെസ്സർ, അതുപോലെ സ്ട്രെസ് റെസ്പോൺസ് കൂടി ഐഡന്റിഫൈ, അത് രണ്ടും കൂടി ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെ പോവുക അല്ലേ കൂടുതൽ നല്ലതെന്നുള്ളൊരു ചോദ്യം ആണുള്ളത്. സ്ട്രെസ്സർ ഐഡന്റിഫൈ എന്നുള്ളതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യാം. അതുപോലെ നമ്മുടെ സ്ട്രെസ് റെസ്പോൺസസ് എന്തൊക്കെയാണ് ഇതും ഐഡന്റിഫൈ ചെയ്തിട്ട്, പിന്നെ കോപ്പിംഗ് മെക്കാനിസത്തിന്റെ കാര്യത്തിൽ മാം പറഞ്ഞതിലേ ഒരു വിയോജിപ്പല്ല, എയ്ഡിങ് അപ്പ്, അതായത് നെഗറ്റീവ് കോപ്പിംഗ് സ്കിൽസിന്റെ കാര്യം മാം മറന്നുപോയി. അതും കൂടി ഒന്ന് പറയണമായിരുന്നില്ലേ എന്നുള്ളൊരു ഇതും കൂടി എനിക്ക് തോന്നി. എനിവേ ഇറ്റ്സ് എ വെരി വെരി മാം എല്ലാ ഓൾ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് പറഞ്ഞു. കേട്ട കംപ്ലീറ്റ് ഇഗ്നോ സിലബസ് ആയിട്ട് ഞാൻ ഫീൽ ചെയ്തത്. ഇറ്റ് വാസ് എ വെരി വെരി നൈസ് ക്ലാസ്. താങ്ക് യു മാം. ഓക്കെ, രാജു സാർ അഡ്മിറ്റ് ചെയ്തു. ലയനൻ സാറിന് കേൾക്കാമോ? അടുത്ത പ്രാവശ്യം ഇത് കഴിഞ്ഞാൽ സാർ പറയാം. Good evening, everybody. Special good morning, good evening to Sabu sir and Bindu madam. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഏറ്റവും സമഗ്രമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എടുത്തു പറയുന്നില്ല. മാഡം പറയുണ്ടായി യൂസ് സ്ട്രെസ്സും ഡിസ്ട്രെസ്സും. അതായത് സ്ട്രെസ്സ് ഒരു പരിധിവരെ ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഒരു പബ്ലിക് സ്പീക്കിംഗ്, ഇപ്പോൾ ഇവിടെ ഈ പ്രസൻറ്റേഷൻ നടത്തുന്നതിന് മുമ്പ് ചെറിയ സ്ട്രെസ് എപ്പോഴും ഉണ്ടാകും. സ്ട്രെസ് ഉണ്ടാവണം എങ്കിൽ മാത്രമേ നന്നായി പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. അതായത് ഞാൻ ഓഫ് ഹാൻഡായിട്ട് പോയി സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഈ പ്രസംഗമൊക്കെ ഇടയ്ക്ക് നിന്ന് പോകും. അപ്പം ഒരു ചെറിയ സ്ട്രെസ് ഉണ്ടാകുന്നത് നല്ലതാണ്. അത് നമുക്ക് പ്രസംഗം പരിശീലിക്കുവാനായിട്ട് പ്രാക്ടീസ് അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതാണ് എൻ്റെ കീ. പിന്നെ ലീവ് ഇൻ ദ പ്രസൻറ്റ് എന്നുള്ള മാഡം പറഞ്ഞു. അപ്പം നമ്മുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പെയിൻഫുള്ളാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് അത് ഫിയർഫുള്ളാണ്. അപ്പം പെയിൻഫുൾ പാസ്റ്റിനെയും ഫിയർഫുൾ ഫ്യൂച്ചറിനെയും പോകാതെ പ്രസൻറ്റ് മൂമെൻറ്റിൽ ജീവിക്കുക എന്നുള്ള വളരെ വലിയ കാര്യമാണ്. അപ്പോൾ പ്രസൻറ്റ് മൂമെൻറ്റിൽ അതുകൊണ്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുക, അതേസമയം ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അത് സെറനിറ്റി പ്രെയർ എന്നൊക്കെ പറയുന്നത് അതാണ്. സെറനിറ്റി പ്രെയർ, ഗോഡ് ഗിവ് മീ ദി സ്ട്രെങ്ത് ടു ചേഞ്ച് ദ തിങ്സ് വിച്ച് ഐ ക്യാൻ, ഗിവ് മീ ദ സെറനിറ്റി ടു അക്സെപ്റ്റ് ദ തിങ്സ് which I cannot accept the things which I cannot change, and give me the wisdom to know the difference. ഇതാണ് സെറനിറ്റി പ്രെയർ എന്ന് പറയുന്നത്. ആ സെറനിറ്റി പ്രെയർ തീർച്ചയായിട്ടും സ്ട്രെസ് മാനേജ് ചെയ്യാൻ നല്ലതാണ്. ഇതൊക്കെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. വളരെ നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവരും അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. പ്രത്യേകമായിട്ട് അഭിനന്ദനം മാത്രം അറിയിച്ചുകൊണ്ട് സംഘടിപ്പിച്ചതായ സാബു സാറിനെയും അതുപോലെ തന്നെ കോട്ടയം ജില്ലയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ബാക്ക് ടു സാബു സാർ. താങ്ക് യു സാർ. ലയനൻ സാർ പറഞ്ഞോളൂ, കേൾക്കാവോ? ഓഡിബിൾ സാർ? യെസ്, ഓഡിബിൾ ആണല്ലോ അല്ലേ? എന്തായാലും മാഡത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വീട്ടിൽ വന്ന പോലെ ആയിപ്പോയി. തിരക്കിലായിരുന്നു. പക്ഷെ എങ്കിലും കേൾക്കാൻ സാധിച്ചു. ഒത്തിരി സന്തോഷം.
വളരെ പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും മാഡത്തിൻ്റെ ടോൺ മാഡത്തിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില വാറ്റും വാലയും ഒക്കെ വിട്ടുപോയി. പക്ഷെ അത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുമായിരുന്നു എനിക്ക്. അത് കൂട്ടി യോജിപ്പിച്ചു. ഈ സ്ട്രെസ് എന്നുള്ളത് സത്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു വസ്തുതയാണെന്ന് കൂടെയാണ് എനിക്ക് പറയാനുള്ളത്. സ്ട്രെസ് നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സക്സസ്സിന് വാല്യൂ 70% ആയിട്ട് കുറഞ്ഞു പോകും. നമ്മുടെ പുറകിൽ ഒരു സാധനം ഇങ്ങനെ ഉണ്ട്, ഞാൻ കുറെ കൂടെ കരുതലോടെ ഇരിക്കണം, ഞാൻ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം, സ്ട്രെസ് വന്നോട്ടെ കുഴപ്പമില്ല, ഞാൻ ഏറ്റു. സോ സിമ്പിൾ. അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒന്ന് നേരത്തെ തന്നെ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതിയാവും. അപ്പൊ സ്ട്രെസ് എന്നുള്ളത് നമ്മുടെ ജീവിത വിജയത്തെയും പ്രവൃത്തിയുടെ വിജയത്തെയും സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആയുധമാണത്. വീട്ടമ്മ കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് ഇട്ടാൽ സ്ട്രെസ് ഒരുപാടായ പോലെയാവും, ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രവൃത്തിയെ തടയും അത്. പക്ഷെ പാകത്തിന് ഉപ്പിട്ടാലോ ആ കറി സൂപ്പറാണെന്ന് പറയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ സ്ട്രെസ് അത്യാവശ്യമാണ്. ഏതിനും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാവും. ജീവിതം തന്നെ സ്ട്രെസ്സിൻ്റെ ആധിക്യത്തിൽ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെ അവിടെ നിന്നോട്ടെ. മാം വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണതിനെ കുറിച്ചാണ് പിന്നീട് പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ ആയുധവുമായി ഒരാൾ നിൽക്കുമ്പോൾ അയാളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? എൻ്റെ കയ്യിൽ ആയുധമില്ല. എൻ്റെ കയ്യിൽ ആയുധമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ സറണ്ടർ ആവണം എന്നല്ല. യു ഷുഡ് എസ്കേപ്പ്. അതിന് നമ്മൾ വഴികൾ കണ്ടെത്തണം. അപ്പം ഇങ്ങനെ സ്ട്രെസ്സുള്ള ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ മുന്നിൽ കയറി വരുന്നുണ്ട്. അതിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു നീണ്ട ലിസ്റ്റ് തന്നെ മാം തന്നു. മാം, ആ പാസീവ് പ്രോഗ്രസീവ് റിലാക്സേഷൻ ദ ബെസ്റ്റ് മെത്തേഡ്. അത് സെൽഫ് ചെയ്യാൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആകും. എത്ര കഠിനമായ സംഭവമാണെങ്കിലും, അതായത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരു റെസ്റ്റിംഗ് പോസിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ സ്ട്രെസ് അങ്ങ് വിട്ടുപോകും. ശക്തമായ സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ ഒരു 10 മിനിറ്റ് നല്ല ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഏറ്റവും ശക്തമായി എടുക്കുക, ഒന്ന് ഹോൾഡ് ചെയ്ത് അവിടെ നിർത്തുക, എന്നിട്ട് ഏറ്റവും പതുക്കെ പുറത്തേക്ക് വിടുക. ഇതെല്ലാം നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന. ശ്വാസം അറിയാതെ എടുക്കാം, പക്ഷെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞേ പറ്റൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്രയാണ്. ഏറ്റവും നല്ല ആ മാനേജ്മെൻറ്റ് രീതി മാം പറഞ്ഞു തന്നു. എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടുണ്ട്, ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ചെയ്ത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ പറ്റും. നമ്മുടെ ഉയർച്ചയ്ക്ക് അത് സഹായകരമാകും. ബ്യൂട്ടിഫുൾ ആയൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഓമന ടീച്ചർ, ബീന മാം, ജോർജ് സാർ, ദീപ മാം, അനിയമ്മ, ആർക്കെങ്കിലും? യെസ്, ഓമന ടീച്ചർ. താങ്ക് യു സർ. സ്ട്രെസ് മാനേജ്മെന്റ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. സ്ട്രെസ് എവിടെ നിന്നാ വരുന്നതെന്ന് ആദ്യം തിരിച്ചറിയാനും ഫലപ്രദമായും പ്രതിവിധികൾ കണ്ടെത്താനും മാം കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞു. പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ മാമിന് തീരെ സ്ട്രെസ് ഇല്ലായിരുന്നു. അത് ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. സ്ട്രെസ് കുറച്ച് വേണമെന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ. എൻ്റെ ഒരു മോൾക്ക് പരീക്ഷയ്ക്കൊന്നും ഒട്ടും പേടിയില്ലായിരുന്നു. പരീക്ഷയുടെ ഒന്നും പത്രമൊക്കെ വായിച്ച് എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ പോണ കാണാം. പക്ഷെ കുറച്ചും കൂടെ വായിക്കാൻ സമയം കളയുന്നത് കാണുമ്പോൾ ഇവർക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ട്രെസ് മോശം കാര്യമല്ല എന്നും അനുഭവം പറയുന്നുണ്ട്. പിന്നെ മൈൻഡ്ഫുൾനെസ്സും എക്സസൈസും, അങ്ങനെ നല്ല ഭക്ഷണം മീൻസ് വില കൂടിയ ഭക്ഷണമല്ല. അത് അങ്ങനെയൊക്കെ ഒത്തിരി നമ്മളെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സൊക്കെ കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടെ പറ്റും എന്ന് വിശ്വസിക്കുന്ന നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? അനിയമ്മ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യൂ. അഡ്മിറ്റ് ചെയ്താൽ ഞാൻ വിളിക്കാം. അതുപോലെ തന്നെ ഡോക്ടർ പോൾ KJ, ഫാദർ, ഒന്ന് പരിചയപ്പെടുത്താമോ?
അഡ്മിറ്റ് ചെയ്യണേ. കേൾക്കുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. യെസ്. ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ ഫാദർ പോൾ, മാനന്തവാടി, വയനാട് മാനന്തവാടി രൂപതയിലെ ഒരു അച്ഛനാണ്. ഒരു കൗൺസിലറായിട്ട് ഇവിടെ പ്രശാന്തി കൗൺസിലിംഗ് സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ MSc ചെയ്തത് പിന്നെ നമ്മുടെ ജോൺ പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിങ്ങിലാണ്. PhD ഞാൻ ബാംഗ്ലൂർ ചെയ്തു. അങ്ങനെ അപ്പോൾ ഞാൻ ഗ്രൂപ്പ് കണ്ടപ്പോൾ ജോയിൻ ചെയ്തതാണ്. സന്തോഷം, കാരണം ഇങ്ങനെയുള്ള ട്രെയിനിങ് ഓൺഗോയിങ് ട്രെയിനിങ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ആവശ്യമാണ്. ഓക്കെ, നമ്മളെ എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. ഇത് പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ ഭാഗമായിട്ട് മൺഡേ നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ വെബിനാർ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുണ്ട്. പല പല വിഷയങ്ങളായിരിക്കും. ഡോക്ടർ നമ്പർ ഒന്ന് ഇടുമായിരുന്നെങ്കിൽ, അച്ഛൻ നമ്പർ ഒന്ന് ഇടുവാണെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ചാറ്റ് ബോക്സിൽ വന്നിട്ടാൽ മതി, ഞാൻ കണക്ട്. ഓക്കെ. അനിയമ്മ ജോർജ് ഉണ്ടോ? വേറെ ആർക്കും? ജ്യോതികുമാർ സാർ, ദീപ മാം, ജോർജ് സാർ, ബീന മാം, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ. യെസ്, ജോർജ് സാർ. ഹായ്, താങ്ക് യു സാബു സാർ. ബിന്ദു മാം, കൺഗ്രാജുലേഷൻ. സ്ട്രെസ്സിനെ കുറിച്ചുള്ള ക്ലാസ് എന്തുകൊണ്ടും ഒത്തിരി ഓർമ്മപ്പെടുത്തലായിരുന്നു. പണ്ട് കേട്ടതും അറിഞ്ഞതും അതൊക്കെ മറന്നതും ഒക്കെ തട്ടി ഉണർത്താൻ, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഉപകാരപ്പെട്ടു. ഇത് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന തീ പോലെ, കത്തി പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാമില്ലേ? അനുകൂലമായും പ്രതികൂലമായും നമ്മൾ കൈകാര്യം ചെയ്യും പോലെയാണ്. എന്തുകൊണ്ടും സ്ട്രെസ്, ഇപ്പോൾ പലരും സൂചിപ്പിച്ചതുപോലെ സ്ട്രെസ് ആവശ്യമാണ്. ഇത് ഒഴിവാക്കിയിട്ടൊരു ജീവിതം ഇല്ല. ആ ജീവിതം ഒരുതരം തണുത്തുറഞ്ഞ ഒരവസ്ഥയായിരിക്കും. ഇല്ല, ആക്റ്റീവ് ആവുക, ലൈവ് ആവുക എന്ന് പറയുന്നതിന് അല്പം സ്ട്രെസ് വേണം. പക്ഷെ അത് ഓവറായാൽ അതിന് പ്രശ്നമാണ്, അതീ പ്രശ്നമാണ്. എന്തായാലും ഒരു ഹെൽത്തി സിസ്റ്റം, ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു അഡ്വൈസ് പോലെ വളരെ ശാന്തസുന്ദരമായിട്ട് ഈ ടാപ്പൊക്കെ തുറക്കുമ്പോൾ ഇങ്ങനെ പോരുന്ന പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുക. ഏറ്റക്കുറച്ചിലൊന്നുമില്ല, വലിയ കോലാഹലങ്ങളില്ല, ബഹളങ്ങളില്ല. നന്നായിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ, താങ്ക് യു. സോ ഇനി നമുക്ക് ബിന്ദു മാമിൽ നിന്നും ഒരിക്കൽ കൂടെ കേൾക്കാം. ബിന്ദു മാം, ഒരു ഫൈനൽ കമൻറ്റോടെ പറയും. അൺമ്യൂട്ട് ചെയ്യണം. എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് വളരെയധികം നന്ദി. PCTA കോട്ടയത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് ഒരവസരം തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. അപ്പോൾ ഇനി വേറെ ആർക്കും ഒന്ന് ഷെയർ ചെയ്യാനില്ലെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബിന്ദു മാമിന് വളരെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വളരെ മനോഹരമായി ആ സെഷൻ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കുക. എല്ലാ മൺഡേയിലും നമ്മൾ PCTയുടെ ഭാഗമായിട്ട് ഉണർവ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. 7ാമത്തെ ദിവസമാണ്, 7ാമത്തെ മൺഡേ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം താങ്ക് യു വെരി മച്ച്. അച്ഛനൊന്ന് നമ്പർ എനിക്കൊന്ന് പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ.